യോഗം ആരംഭിക്കാം. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ ഷുക്കൂർ തോട്ടത്തിനെ അവരെ ക്ഷണിക്കുന്നു. യോഗ നടപടിക്രമം അനുസരിച്ച് ആദ്യമായിട്ട് ഈ കേരള വ്യാപാരി വ്യവസായി ആയൂർ യൂണിറ്റിന്റെ നമ്മൾ കഴിഞ്ഞ 10 വർഷമായി മുടങ്ങാതെ എല്ലാ വർഷവും കൃത്യമായി നടത്തി വരുന്ന അവാർഡ് വിതരണമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ വ്യാപാരികളുടെ മക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ തൊഴിലാളി കടകളിൽ നിൽക്കുന്ന തൊഴിലാളികളുടെ സുഹൃത്തുക്കൾക്കും ചുമട്ടു തൊഴിലാളികളുടെ മക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ട വ്യക്തികളായിട്ടുള്ള ഏറ്റവും പ്രിയങ്കരായ ആളുകളെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം പുനലൂർ നിയോജക മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 7ാമത്തെ ഒരു അവാർഡ് സമ്മേളനമാണ് ഞങ്ങളുടെ മണ്ഡലത്തിൽ നടക്കുന്നത്. വളരെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏകോപന സമിതി എന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംഘടന വളരെ ശക്തമായി സാംസ്കാരിക രംഗത്തേക്കും വ്യക്തി മുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല, നമ്മളെല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരേ ഒരു സംഘടനയാണ് ഇന്ത്യയിലൊട്ടാകെ ഏറ്റവും വലിയൊരു സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. 12 ലക്ഷത്തോളം വ്യാപാരികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ നമ്മുടെ ഈ സംഘടന പ്രയാണം ചെയ്യുന്നത്. തീർച്ചയായിട്ടും കുട്ടികളെ, നമ്മുടെ മക്കളെ നമ്മൾ ഈ ഒരു അവാർഡിൽ കൂടി അവർക്ക് പ്രോത്സാഹനം നൽകുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് ഇന്ന് സംഘടന മുന്നോട്ട് പോകുന്നത്. ഞാനൊരു ചെറിയ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്.
നമ്മുടെ വ്യാപാരികൾ കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് എനിക്ക് തോന്നുന്നു 2005 മുമ്പ് മുതൽ നമ്മളൊക്കെ ആഗ്രഹിച്ചത് നമ്മുടെ മക്കളെ ഒരു വ്യാപാരി ആക്കാം എന്നുള്ള ഒരു ചിന്താഗതിയുമായിരുന്നു നമ്മുടെ മനസ്സിലെങ്കിൽ ഈ 2020 മുതൽ ഇതിനൊരു മാറ്റമുണ്ട്. ഇപ്പൊ 25ആണ്, 2026ആണ്. 20 മുതൽ ഇതിനൊരു മാറ്റം വന്നു. അതായത് നമ്മുടെ മക്കള് വ്യാപാരത്തിൽ നിന്ന് മാറ്റി. നമുക്കറിയാം, നമ്മൾ ഇന്ന് വ്യാപാരികൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓൺലൈൻ വ്യാപാരവും മറ്റു അനുബന്ധ പിന്നെ വഴിയോര വ്യാപാരവും ഒക്കെ നമുക്കൊരു പ്രതിസന്ധിയിൽ കൂടി നമ്മൾ കടന്നു പോകുന്നു, ചെയിൻ വ്യാപാരം. അപ്പോൾ നമുക്ക് നമ്മുടെ വ്യാപാരികളിലെ മക്കൾ ഇപ്പോൾ വലിയ വലിയ മാർക്കുകൾ വാങ്ങി അവരൊക്കെ ഇപ്പോൾ വലിയ വലിയ ഉദ്യോഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുക. ഫുൾ A+ ഉള്ളവരുടെ വ്യാപാരികളുടെ മക്കളാണ്. ഏത് മീറ്റിങ്ങിൽ ചെന്നാലും ഒരു 20 പേരില്ലാത്ത ഒരു മീറ്റിങ്ങും ഞാൻ കണ്ടിട്ടില്ല. എല്ലാ മീറ്റിങ്ങിലും 20 പേരടങ്ങുന്ന ചെറിയ യൂണിറ്റിൽ പോലും ഫുൾ A+ വാങ്ങിക്കുന്ന കുട്ടികളാണ് ഇന്നിപ്പോൾ വ്യാപാരികളുടെ മക്കൾ. അവരെല്ലാം പുതിയ പുതിയ മേഖലകൾ തേടി. വ്യാപാരം ഉപേക്ഷിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് ആളുകൾ വ്യാപാരത്തിലേക്ക് പോകും. കൂടുതൽ ഒരു 90% ആളുകളും ഇന്നും അവരുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ട് ഇന്ന് വലിയ വലിയ നിലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മുന്നേറുകയാണ്. നമുക്കറിയാം, ഇന്ന് സർക്കാർ സർവീസുകൾ കൂടുതലും വ്യാപാരികളുടെ മക്കളാണെന്ന് പറയുന്നതിൽ ഞാൻ ഇപ്പോൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പനച്ചോള യൂണിറ്റിൽ ഒരു മീറ്റിങ്ങിന് ഞാൻ പോയിരുന്നു. പനച്ചോള യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ രമേശ് സാറിന്റെ മോനാണ് നമ്മുടെ CGST. നമുക്കറിയാം, ഇത് GST-യിൽ കേരള ടാക്സും ഉണ്ട്, സെൻട്രൽ ടാക്സും ഉണ്ട്. സെൻട്രൽ ടാക്സിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായി ഇടമുളയ്ക്കൽ പനച്ചോള മുക്കിലുള്ള ശ്രീ രമേശ് സാറിന്റെ മകൻ ഇന്ന് ചാർജ് എടുത്തിരിക്കുകയാണ് പുല്ലൂർ. സന്തോഷത്തോട് പറയാം. അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ ആദരിക്കുകയുണ്ട് ഞങ്ങളുടെ അവിടുത്തെ യൂണിറ്റിൽ. വളരെ സന്തോഷത്തോടെ. കാരണം നമുക്കറിയാം, നമ്മളെല്ലാവരും പഠിച്ച് മുന്നേറുകയാണ്. നമ്മൾ വ്യാപാരം കൊണ്ട് നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് ഇരിപ്പുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട വ്യാപാരികളോട് ഇരിപ്പുണ്ട്. അവരുടെ ഒരു ദിവസം രാവിലെ തുറന്നാൽ വൈകുന്നേരം 8 മണി വരെ അവർ 2 അറ്റം മുട്ടിക്കാൻ പെടുന്ന പാട് നമുക്കറിയാം. വളരെ ബുദ്ധിമുട്ടുകയാണ് വ്യാപാരി. വ്യക്തിത്വങ്ങളുടെ വന്നിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ പേരുവരായി ഞാനിവിടെ പറയുന്നതാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ ഷുക്കൂർ തോട്ടങ്കര അവരുകളാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി എന്നോടൊപ്പം എൻ്റെയും മിൽസിനോടൊപ്പം തന്നെ കൃത്യമായി സംഘടനാ പ്രവർത്തനം കണ്ണ് ഇമതെറ്റാതെ മുന്നോട്ട് നോക്കിക്കാണുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ഷുക്കൂർ തോട്ടങ്കര എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും. എന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ ഒരു പ്രവർത്തനങ്ങളൊക്കെ കാണുമെങ്കിൽ പോലും എന്നെ എപ്പോഴും ഉയർത്തുന്ന ഒരാളാണ് പ്രിയപ്പെട്ട ഷുക്കൂർ തോട്ടങ്കര. അദ്ദേഹത്തിന് ഒരു വലിയ ഒരു നോട്ടം നമ്മുടെ യൂണിറ്റിനെ പറ്റി ഉണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു 5 മിനിറ്റ് മുമ്പ് എൻ്റെ കടയിൽ വന്ന് സാധനം നോട്ടീസ് എടുക്കാൻ വേണ്ടി തുറന്നപ്പോൾ ഒരു വ്യക്തി കടയിൽ TV വാങ്ങിക്കാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്, നമ്മുടെ യൂണിറ്റിൽപ്പെട്ട ആളല്ല, ഇന്ന് ഏറ്റവും വലിയ യൂണിറ്റ് കൊല്ലം ജില്ലയിൽ ആയൊരു യൂണിറ്റാണെന്നാണ് അദ്ദേഹം പറഞ്ഞ. ഒരു ചെറുപ്പക്കാരൻ, എനിക്കറിയില്ല. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ചടയമല യൂണിറ്റിലെ ഒരു വ്യാപാരി. പുള്ളി പറയുന്നത്, ഇന്ന് ജില്ലയിലെ ഏറ്റവും വലിയ വ്യാപാരി വ്യവസായ ഏകോപനത്തിൻ്റെ യൂണിറ്റ് ആയുതാണ് പറയാൻ അദ്ദേഹത്തിന് കഴിയും. ഞാനൊന്നും പറഞ്ഞില്ല. പുള്ളി പറയുന്നത്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞാനെല്ലാം കാണുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം TV വാങ്ങി പോകുന്നു ഒരവസ്ഥ. അതാണ് ആയുട് യൂണിറ്റ്. തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാം ചുമ്മാൻ പിടിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ഞാൻ മാത്രമോ ലക്ഷ്മൂറാക്കയോ വിൽസനോ അല്ല, നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ ഈ ചുമ്മാൻ പിടിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ അഭിമാനം തോന്നുന്നു. ഞാൻ വീണ്ടും ഇതിൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. എൻ്റെ ഈ യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ ഷുക്കൂർ തോട്ടങ്കരെ ഈ യോഗത്തിലെ ഹാർദവമായി സ്വാഗതം. അടുത്തതായി നമുക്കറിയാം, നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ലിജു ആലുണ്ട. നമുക്കറിയാം, നമ്മുടെ വ്യാപാരി കൂടിയാണ്. ഇടമുളയ്ക്കൽ കൈപ്പള്ളി യൂണിറ്റിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ യൂണിറ്റിൽ വലിയൊരു സമ്മേളനം നടത്തിയാൽ എനിക്ക് ആദ്യം നടത്തുന്ന യൂണിറ്റ് സമ്മേളനം അദ്ദേഹത്തിന്റെ യൂണിറ്റിലായി. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഇതിലേക്കായി കൂടുതൽ ആളുണ്ട്. 50-ൽ പരം ആളുകൾ പങ്കെടുത്ത വലിയൊരു മീറ്റിംഗ് ആയിരുന്നു എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അത് പ്രസിഡന്റിന്റെ ഒരു വലിയൊരു പ്രവർത്തനമാണ്. അവിടെ കൈപ്പള്ളി മുക്ക് യൂണിറ്റിൽ വളരെ ശക്തമായ ഒരു യൂണിറ്റായി ഇന്ന് കൈപ്പള്ളി മുക്ക് മാറിയിരുന്നു. അപ്പം നമുക്കറിയാം, ഇത്രയുള്ള വലിയ തിരക്കുള്ള ദിവസമാണ് ഞായറാഴ്ച.
നമ്മൾ പറഞ്ഞ ഉടനെ വേറൊരു പരിപാടി മാറ്റി വെട്ടിക്കൊണ്ടാണ് നമ്മുടെ ഈ പരിപാടി ഏറ്റെടുത്തത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രിയങ്കരനായ യൂണിറ്റ് കൈപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റും നമ്മുടെ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ പ്രിയങ്കരനായ പ്രസിഡന്റുമായ ശ്രീ ലിജു ബാലുടെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം. അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ പ്രിയങ്കരനായ വിശിഷ്ട വ്യക്തികളാണ്. വിശിഷ്ട വ്യക്തികളെ പറ്റി നമുക്ക് ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ ഗോപിയണ്ണൻ, നമ്മുടെ ഉദയ മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ഗോപിയണ്ണനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ SLCക്ക് അല്ല, ഞാൻ LP സ്കൂളിൽ എൻ്റെ പിതാവിനൊരു ചെറിയ കടയുണ്ടായിരുന്നു. 4ന്റെ ചുവട്ടിൽ ഒരു ചെറിയ കട. ആ ചെറിയ കടയുടെ മുമ്പിൽ ഒരു കല്ലുണ്ടായിരുന്നു. ആ കല്ലിൽ കൂടി ഞാൻ നടന്നു വരും. അതിന് ഫോറസ്റ്റ് ഏരിയയിൽ കൂടി ഒരു വഴിയുണ്ടായിരുന്നു. നടന്നു വരുമ്പോൾ ഞാൻ കാണുന്നത് ഉദയ മെഡിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞ വലിയൊരു സ്ഥാപനം. തീർച്ചയായിട്ടും അവിടെ നമ്മുടെ സാറിൻ്റെ അമ്മാവും കൂടിയായിട്ടുള്ള ശ്രീ ആർ ബാലകൃഷ്ണൻ സാറ് അവിടെ വരികയും ഞാൻ വളരെ കൗതുകത്തോടെ, ഞാൻ 4ാം ക്ലാസ്സിൽ അവിടെ പഠിക്കുമ്പോൾ അവിടെ കൗതുകത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. അവിടെ മന്ത്രി എന്ന നിലയ്ക്ക് അന്നും ശോഭിച്ചിരിക്കുന്ന ബാലകൃഷ്ണൻ സാർ അവിടെ വരുമ്പോൾ അണ്ണൻ്റെ കടയിലാണ് വരുന്നത്. വന്നിരുന്ന് അവിടെ ഇത്രയേറെ കാര്യങ്ങളൊക്കെ നോക്കി. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അദ്ദേഹം. നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ ചുമതലകളും ജവഹർ സ്കൂളിൻ്റെ എല്ലാ കൃത്യമായ പ്രവർത്തനത്തിൽ ചുക്കാൻ പിടിച്ച ആൾ കൂടിയാണ് ശ്രീമാൻ നമ്മുടെ പ്രിയങ്കരനായ പരേതനായ ശ്രീ ആർ ബാലകൃഷ്ണൻ സാർ. സാറവിടെ വരുമ്പോൾ ഞാൻ കൊച്ചു പയ്യനാണെന്ന് ചെറിയ ബാസ്ക്കറ്റുമായിട്ടൊക്കെ ഞാൻ വളരെ ഒപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ബാലകൃഷ്ണൻ സാർ അവിടെ വരുമ്പോൾ ഇങ്ങനെ ഞാൻ ആ കടൽ മുമ്പിലൊക്കെ പോയെന്ന് കണ്ടിട്ടുണ്ട് സത്യം. അപ്പോൾ അന്ന് മുതൽ വ്യാപാരം നടത്തുന്ന പ്രിയങ്കരനായ ഒരാളായിരുന്നു ശ്രീ ഗോപിയണ്ണനെ ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് താമസിച്ചു പോയെങ്കിലും ഗോപിയണ്ണനെ ആദരിക്കാനുള്ള ഒരു സമയം നമുക്ക് ദൈവം തമ്പുരാൻ കൂടാൻ സമയം തന്നു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രീ ഗോപിയണ്ണനെ നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായിരുന്നു. നിങ്ങൾക്കറിയാം 14ാം വാർഡിൻ്റെ പ്രിയങ്കരനായ വാർഡ് മെമ്പറായിരുന്നു. എനിക്ക് വർഷവും വലിയ വർഷമാണ് 82 കാലഘട്ടക്കാലത്തും നമ്മുടെ വാർഡിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ മെമ്പറായിരുന്നു. എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ കൃത്യമായി ചോദിച്ചറിഞ്ഞ് വികസനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട വ്യാപാരി. നമുക്കറിയാം നമ്മുടെ പ്രിയങ്കരനായ അനീസ് KSEB. ഈ KSEB നമ്മളെ പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്ന ഒന്നാണ്. വ്യാപാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് KSEB. ഈ KSEBയുടെ ആയുൾ വരുമ്പോൾ പലപ്പോഴും സാർ വരുന്ന നമ്മൾ തുറന്നു പറയുകയാണ്, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളാരും ഞങ്ങൾ പലപ്പോഴും അവിടെ നിരാഹാര സമരങ്ങളും വിളിച്ചു പറഞ്ഞ ഭീഷണിയൊക്കെ നടത്തിയിരുന്നു. പക്ഷേ സാർ വന്നതിന് ശേഷം അതിനൊക്കെ ഒരു മാറ്റം. നമുക്കറിയാം, ഇവിടെ നമ്മുടെ വ്യാപാര ഉത്സവം ആയുർ നടത്തിയപ്പോൾ സാർ പല യോഗത്തിൽ പങ്കാളികളായിട്ടുണ്ട്. അവിടെ നമുക്കൊരു ഓഫർ നൽകിയിട്ടുണ്ട്. ആ ഓഫറാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാലവും മത്തവും പള്ളിയുടെ ഓപ്പോസിറ്റ് കൃത്യമായി അതിന് പണികൾ നടക്കുകയാണ്. നമ്മുടെ ലൈനൊക്കെ ഇവിടുന്ന് മാറി നമ്മുടെ ടൗണിൽ കറണ്ട് പോകാതെയുള്ള സെറ്റപ്പ് എല്ലാം സാർ ചെയ്തിട്ടാണ്. സാർ ഇപ്പം കഴിഞ്ഞ 2-3 മാസമായി തിരുവനന്തപുരം വൈദ്യുത ഭവനിലേക്ക് മാറി പ്രൊമോഷനായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ ഒരു സഹോദരന് തുല്യം സ്നേഹിക്കുന്ന പ്രിയങ്കരനായ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇപ്പോഴും ഞാൻ എന്തെങ്കിലും വിഷയം വന്ന സാറിനെ ഞാൻ വിളിക്കും, സാറെ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സാർ ഉടൻ തന്നെ ഇടപെടുകയാണ്. ഓൺ ദ സ്പോട്ടിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് സാർ അതിൽ ഇടപെടുന്ന പ്രിയപ്പെട്ട ശ്രീ ഹരീഷ് ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അതുപോലെ തന്നെ ശബരിമല സ്കൂൾ എൻ്റെ മകനോടെ പഠിക്കുമ്പോൾ അവിടുത്തെ PTA പ്രസിഡന്റാണ്. സാറിന് ഒരുപാട് പ്രഭാഷണങ്ങളും ബുക്കുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ഹരീഷ് സാറിന് ഈ യോഗത്തിൽ ഹാർദവമായി എൻ്റെ ഈ യോഗത്തിൽ. അടുത്തതായി നമ്മുടെ ഈ അവാർഡ് ഏറ്റുവാൻ വന്ന ആസാദാണ്. അറിയാം, നിങ്ങളെയൊന്നും പരിചയപ്പെടുത്തുന്ന കാര്യം. നമ്മളൊക്കെ ചെറിയ ഒരു കസരയുണ്ട്, അതല്ല അവിടെ സ്റ്റുഡിയോ എന്താണെന്ന് അറിയുന്ന ആളാണ് രചനാ മോഹനാണ്. ആസാദാണ് ഒരു പ്രീമിയർ സ്റ്റുഡിയോ. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടികളായിരുന്നു. അതായത് എനിക്ക് ആസാദാണ് പ്രീമിയർ സ്റ്റുഡിയോ ഒക്കെ എടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എൻ്റെ അപ്പച്ചനുമായിട്ട് ഞാൻ ഇരിക്കുന്ന ഫോട്ടോ ഇപ്പോഴും എൻ്റെ ആൽബത്തിലുണ്ട്. വളരെ ഒരു മാറ്റവും വന്നിട്ട് അന്നത്തെ ആ ഫിലിമിന്, അതായത് 10-40 വർഷം മുമ്പുള്ള ആ ഫിലിമിന് ഒരു ഫോട്ടോവും തട്ടിയിട്ടില്ല. ഇപ്പോഴത്തെ കളർ നമുക്കറിയാം, ഇപ്പോഴത്തെ മൊബൈലായി. പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലവുമായി സ്വാഗതം. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഷൈജു അണ്ണനാണ്. ഷൈജു അണ്ണെന്ന് പറയുമ്പോഴത്തെ ഈ ആയുരിന്റെ സ്പന്ദനമാണ്. ഈ ആയുരിൽ നമുക്കറിയാം ഒരുപാട് വികസനങ്ങൾ കൊതിക്കുന്ന ഈ ആയുരിൽ പലപ്പോഴും ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ കൃത്യമായി അത് അവിടെ വാർത്തകളായി വരികയും ഈ വാർത്തകളാണ്
നമ്മുടെ പ്രിയങ്കരായ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും അതുപോലെ തന്നെ നമ്മുടെ വിവിധ KSDP ആയാലും PWD ആയാലും അതുപോലെ തന്നെ വിവിധ ഓഫീസുകൾ ഈ വാർത്തകളുടെ കോപ്പി കൊണ്ടാണ് ഞാൻ പറയുന്ന ഈ കോപ്പി കൊണ്ട് എനിക്ക് പോകണം എന്നാൽ ഇട്ടെങ്കിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ കോപ്പി കൊണ്ടാണ് ഞാൻ മന്ത്രി വരെ കണ്ടിട്ടുണ്ട്. മന്ത്രിയെ വരെ ഈ കോപ്പി കൊണ്ട് കാണിച്ച് നമ്മുടെ ഇവിടുത്തെ ആവശ്യങ്ങൾ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോട് പറയുകയാണ്. അദ്ദേഹം ഇപ്പോൾ അഞ്ചൽക്കാരനാണെങ്കിലും ആയൂർ നിവാസിയാണ്. ആയൂരിൻ്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുകയും ഓരോ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടാനും അദ്ദേഹത്തിന് കഴിവുണ്ട്. നമുക്കറിയാത്ത കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരിക. വിളിക്കുമ്പോൾ പറയും ഇടേ പ്രസാദ് ഇടേ കാക്ക ഇടേ ഇല്ല കാര്യം നീ എന്തോ നോക്കില്ല. അപ്പോഴേ വിളിച്ച് പറഞ്ഞ് അതിനുള്ള നടപടിയെടുത്ത് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അതുവഴി നമ്മുടെ ആയൂരിൻ്റെ വികസനത്തിന് വേണ്ടി തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ മനോരമയുടെ ബ്യൂറോ ആയി പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ ശ്രീ ഷൈജോൺ അണ്ണൻ കച്ചവടക്കാരൻ കൂടിയാണ് അഞ്ചലിലെ പ്രിയപ്പെട്ട ഷൈജോണനെ ഈ യോഗത്തിലേക്ക് എൻ്റെ ഈ സംഘടനയുടെ മേൽഹാന്തവുമായി സ്വാഗതം. അടുത്തായി സ്വാഗതം പറയാനുള്ള നമ്മുടെ ടൗൺ വാർഡ് മെമ്പർമാരാണ്. നമ്മുടെ സുജാ തോമസ് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ആയൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും നമ്മളുമായി ചർച്ച ചെയ്ത് മുൻ മെമ്പറായിരുന്നു. ഇപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം തോളോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് പ്രിയപ്പെട്ട സുജാ മെമ്പറെ ഈ യോഗത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യും. അടുത്തതായി ജ്യോതി മെമ്പർ. നമുക്കറിയാം കഴിഞ്ഞ മെമ്പറായാലും കഴിഞ്ഞ കാലഘട്ടത്തിൽ മെമ്പറായാലും വീണ്ടും ഈ 14-ാം വാർഡ് 13 മാറി 14 വന്നപ്പോൾ 14-ാം വാർഡിൽ വളരെ ശക്തമായി എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന പ്രിയപ്പെട്ട മെമ്പറെ നമ്മുടെ വ്യാപാരി വ്യവസായികളുടെ ഈ അടുത്ത സമയത്ത് നമ്മളൊരു അത് പറയാൻ പറഞ്ഞത് തൂഫാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അനിഷ്ടക്കടകൾ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നമ്മളൊരു പോരാട്ടം നടത്തിയിരുന്നു. ആ നടത്തിയതിൽ തീർച്ചയായിട്ടും സുജാ തോമസും അമ്പിളി ഇവിടെ എത്തിച്ചേർന്നുള്ള അമ്പിളിയും അതുപോലെ തന്നെ ഈ ജ്യോതി മെമ്പർ വളരെ ശക്തമായി കാര്യം എൻ്റെ ഒരു ആവശ്യമാണ് നെഞ്ചത്ത് കൈവച്ചുകൊണ്ടാണ് ഈ മെമ്പർമാർ വോട്ടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വ്യാപാരി വ്യവസായി ഈ സമരം ഏറ്റെടുക്കുവാനും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഇത് ആവശ്യപ്പെട്ടപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക പാക്കേജായി ആയവരെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് വന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഈ മുടിയന്മാരെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ കുറച്ച് മുടിയന്മാരെ നമ്മൾ കണ്ട് അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കും. ഒരു രക്ഷയും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധരേഖപ്പെടുത്തുകയാണ് ഇതിന് എന്തെങ്കിലും ഒരു സംവിധാനം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇവന്മാരെ കൈകാര്യം ചെയ്യുന്നതിന് കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. പഞ്ചായത്തിൽ ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കണം. നമുക്കറിയാം കർഷകരെ കൃഷി നശിപ്പിക്കുന്ന പന്നികളെ എവിടെ വെക്കാൻ വേണ്ടി നമ്മൾ ഷൂട്ടർമാരെ ഏൽപ്പിക്കുന്നു. ഈ ഷൂട്ടർമാരെ ഏൽപ്പിക്കുന്ന പന്നികളെക്കാളും വലിയ പ്രശ്നക്കാരാണ് ഇവിടുത്തെ ഈ കുടിയമ്മ. വെടിവെക്കണ്ട, ഇപ്പം വെടിയൊന്നും വെക്കണ്ട, അടിയന്തരമായി യുവന്മാരെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നുള്ള അവരെ ബോധവൽക്കരിച്ച് എല്ലാം എടുക്കലാണ്. ദൂരെ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് ഭയങ്കര പ്രക്ഷോഭം സൃഷ്ടിക്കുകയാണ്. ഇന്നലെ ഒക്കെ ഭീകരാന്തരീക്ഷമായിരുന്നു. പോലീസിനെ വിളിച്ച് പോലീസ് അടിച്ച് അവർക്ക് പേടിയാണ് അവരെ കടിക്കാൻ. അടിയന്തരമായി ഇതിന് പഞ്ചായത്ത് ഞങ്ങൾക്കൊരു സംവിധാനം ചെയ്തു തരണമെന്നുള്ള അപേക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ജ്യോതി മെമ്പറെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അമ്പിളി മെമ്പർ ഇവിടെ എത്താന്ന് പറഞ്ഞിട്ട് എത്തിയിട്ടില്ല. അമ്പിളി മെമ്പറെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മളെ ജയകൃഷ്ണൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഞങ്ങളുടെ സംഘടനയുടെ നെടുന്തൂണാണ്. അദ്ദേഹം ഒരു 2 കടയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അക്കൗണ്ടന്റാണ്. വിനായക ജോലി ചെയ്യുന്ന ആളാണ് ജയേഷ്. ഏത് തിരക്കുണ്ടെങ്കിലും ജയേഷ് ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇട്ടാൽ ഫോട്ടോ ഇടുന്നതിന് മുമ്പ് മെസ്സേജ് വിടും. ഇത്രയും കൃത്യമായി ജോലി ചെയ്യുന്ന ഒരാളെ സത്യത്തിൽ ഞങ്ങളുടെ സംഘടനയിൽ പോലും ഇതേപോലെ ജില്ലാ തലത്തിൽ പോലും ഒരാളില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ജില്ലാ തലത്തിൽ ഒരു കോർഡിനേറ്റർമാരുണ്ട്. ഈ കോർഡിനേറ്റർമാരുടെ നടപടിക്ക് മുമ്പേ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിയാണ് ഇവിടെ ഞങ്ങളുടെ യൂണിറ്റ് കാണുകയാണ്. അദ്ദേഹത്തെ വളരെ കൃത്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ ഇനി സ്വാഗതം ചെയ്യാനുള്ള നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മുടെ വിദ്യാർത്ഥികളാണ്. ഫുൾ A+ വാങ്ങിച്ച് കഷ്ടപ്പെട്ട മാതാപിതാക്കളൊക്കെ കൂടെ ഇരിപ്പുണ്ട്. അവരൊക്കെ വളരെ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ടാണ് നിങ്ങളെ പഠിപ്പിച്ചത്. ഇനി വലിയ വലിയ ലക്ഷ്യങ്ങൾ നമുക്കുണ്ടാവും. ലക്ഷ്യത്തിലേക്ക് പോകാൻ തീർച്ചയായിട്ടും നമ്മളെല്ലാം തീരുമാനമായി ഈ അവാർഡിനെ കാണണം. നിങ്ങൾ ഓരോരുത്തരെയും ഈ അവാർഡ് വാങ്ങാനെത്തിയ ഈ
ഈ വാങ്ങാനെത്തിയ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമുക്കറിയാം, ഞങ്ങളൊരു സംഘടന ഉണ്ടാക്കി ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി, വനിതാ സംഘടന. വനിതാ സംഘടന എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വനിതാ സംഘടന മോശമാണ്. ഞങ്ങളുടെ ജില്ലയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന യൂണിറ്റാണ് വനിതാ സംഘടന ആയോഗ്യം. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ജില്ലയിൽ ഏത് പരിപാടി ചെന്നാലും കൃത്യമായി അവിടെ പാടാനും അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു യൂണിറ്റാണെന്ന് അഭിമാനത്തോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ നേതാക്കളായിട്ടിരിക്കുന്ന ഷീജ, ശ്രീമതി ഡേസി, ശ്രീമതി സരിത, ശ്രീമതി സുർമ, ശ്രീമതി പത്മകുമാരി, ഇവരൊക്കെ ഭയങ്കര ചങ്കുറപ്പുള്ള നേതാക്കന്മാരും. അതൊക്കെ ഞങ്ങളെ ഒരു നേതൃത്വം കണ്ട് വളർന്നവരാണ്. ആ ഒരു നേതൃത്വം ഗുണം അവർക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പുകഴ്ത്തുന്നില്ല, അവർ കൃത്യമായി അവരുടെ ഡ്യൂട്ടികൾ ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ യൂണിറ്റ് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ നല്ല നല്ല പ്രവർത്തനങ്ങൾ, നിങ്ങൾ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കണം. നിങ്ങൾ സംഘടിപ്പിക്കണം. അപ്പോൾ ഞങ്ങൾ കുറെ കൂടി നിങ്ങളെ അംഗീകരിക്കും. അവരെല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ വ്യാപാരി വ്യവസായി കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും, കുറച്ച് ആളുകളൊന്നും വന്നിട്ടില്ല, പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു, ഞായറാഴ്ച വന്നിട്ടില്ല. എല്ലാവരും, അതുപോലെ തന്നെ മാതാപിതാക്കളെ എല്ലാവരെയും, നമ്മുടെ പ്രിയങ്കരനായ മാധ്യമപ്രവർത്തകർ ശ്രീ ജി രാജു അവർ, നവകേരള ന്യൂസ്, നിങ്ങൾ കണ്ടാണ്, നമ്മളെല്ലാം അതിൻ്റെ പങ്കാളികളാണ്. നമ്മുടെ ഓരോ ന്യൂസും കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്ന ആളാണ് പ്രിയപ്പെട്ട രാജവണ്ണൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു ഞങ്ങളുടെ സംഘടനയ്ക്ക്, നമ്മുടെ നാടിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു പ്രവർത്തനം. അതിൻ്റെ മനോരമയുടെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ നാടിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുകയും നിമിഷ നേരങ്ങൾ വാർത്തകൾ അവതരിപ്പിക്കുന്ന പ്രിയങ്കരനായ രാജവണ്ണനെ വളരെ സ്നേഹാദരോടുകൂടി ഈ യോഗത്തിലെ ഹാർദവമായി സ്വാഗതം ചെയ്യും. ഇനി ആരെങ്കിലും വിട്ടുപോകത്തിന് ക്ഷമിക്കുന്നത് എല്ലാവരും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതമായി ചെയ്തുകൊണ്ട് എനിക്ക് ഒരു വലിയ ഉദ്ഘാടനം ചെയ്തത് ഞാൻ മാറി. എനിക്ക് വലിയൊരു പരിപാടി കൊല്ലത്ത് നടക്കുകയാണ്. നമ്മുടെ വരുന്ന ഞായറാഴ്ച സംസ്ഥാന ഇലക്ഷൻ നടക്കുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നമ്മൾ 2 ആളായിട്ട് മത്സരിക്കുകയാണ്. രാജു അപ്സരയും ശ്രീ ദേവസ്യ മഞ്ചേരി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളും കൂടി ഒരു മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജുവാലുള്ള ടൗൺ വാർഡ് മെമ്പർമാരായ സദസ്യ ജ്യോതി സുമാ തോമസ്, അമ്പിളി വരാൻ വെച്ച് നാം വന്നിട്ടില്ല പോകുന്നു. അതുപോലെ നമ്മുടെ വനിതാവിംഗിലെ അംഗങ്ങൾ ശ്രീമതി ഷീജ ഷാജി, ഡേസി രാജു, മറ്റ് വനിതാവിംഗിലെ അംഗങ്ങൾ എല്ലാവരെയും, അതുപോലെ വന്നിട്ടുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വ്യാപാരികൾ, മറ്റ് വ്യാപാരികൾ, ഈ അവാർഡുകൾ എത്തുവാൻ വേണ്ടിയുള്ള കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ എല്ലാവരെയും സ്നേഹത്തോടെ ആർദ്രമായി നമസ്കാരം പറയുകയാണ്. നമ്മളെല്ലാ വർഷവും ചെയ്യുന്ന ഈ ഒരു പരിപാടി എന്നുവെച്ചാൽ എല്ലാ പ്രസാദെല്ലാം നീട്ടി വളരെ വളരെ കാര്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾ എന്നുവെച്ചാൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിൽക്കുന്ന വ്യാപാരികളുടെ മക്കൾ, അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ മക്കൾ, ലോഡിംഗ് തൊഴിലാളികളുടെ മക്കൾ, ഇവർക്കൊക്കെയാണ് നമ്മളിത് പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് കഴിഞ്ഞ 7 വർഷം 8 വർഷമായിട്ട് ഇത് കൂടെ ചേർത്ത് 8 വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കൂടിയിരിക്കുന്ന മീറ്റിംഗ്. അപ്പം നമ്മൾ എന്തായാലും ശരി തന്നെ നമ്മൾ ഈ തുഫാൻ പോലുള്ള പരിപാടികളിലും മറ്റും ഈ ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ എല്ലാ രംഗങ്ങളിലും നമ്മൾ എത്തി നോക്കുന്നുണ്ട്. അരിഷ്ടക്കടകളുടെ ചില വ്യാപാരികൾക്ക് അതിനകത്തൊരു പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ചെയ്യുന്നതല്ല. പഞ്ചായത്തിന് നിർദ്ദേശം അനുസരിച്ച്, പഞ്ചായത്തിൻ്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ
പിന്നെ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം പഞ്ചായത്തുകളിൽ എത്തുമ്പോൾ ആ നിർദ്ദേശപ്രകാരം വ്യാപാരികളെ കൂടി കൂട്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് നടക്കുന്നത്. അത് അവർക്ക് അറിയത്തില്ല. അത് നമ്മുടെ വ്യാപാരികളെ ഇവിടുത്തെ ഭാരവാഹികളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അത് അതിന് ഭാരവാഹികൾ അതിനകത്ത് മുൻകൈ എടുത്ത് ചെയ്യുന്നതല്ല എന്ന് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പലയിടത്തും ഇത് വന്നപ്പോൾ അതിൻ്റെ ഒരു രീതി ഇപ്പോൾ ഇവിടെയും പറയുകയാണ്. അത് നമ്മൾ അല്ല, പിന്നെ തൂഫാൻ വാര്യറാണ് നമ്മുടെ നേതാവ് ജില്ലാ ജനറൽ സെക്രട്ടറി രാജു അഫ്സർ. അദ്ദേഹത്തിന് തൂഫാൻ വാര്യർ എന്നുള്ള പദവി കൊടുത്തത് രമേശ് ചെന്നിത്തലയാണ്, ആഭ്യന്തരമന്ത്രി. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളിലെല്ലാം ഇറങ്ങി ഇങ്ങനെ നോക്കുന്നതും. ഒരു ആലുവ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇറങ്ങിയത് നോക്കി. നമുക്ക് ഇങ്ങനെയൊക്കെ അതൊരു പരാതി പോലെ വന്നുകൊണ്ട് ഞാൻ അത്രയും രണ്ടു പേർക്ക് പറഞ്ഞതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട അതിൻ്റെ നമ്മളെ ഈ ആദരവ് ഏറ്റുവാങ്ങാൻ വന്നിട്ടുള്ള ഗോപിയാണ്. കഴിഞ്ഞ എനിക്ക് ഓർമ്മയായ കാലം മുതലേ മെഡിക്കൽ സ്റ്റോറാണ് ഉദയം മെഡിക്കൽ സ്റ്റോർ. അതുപോലെ ആസാണ് ഹിന്ദു സ്റ്റുഡിയോ. അതും ഞാൻ ഈ സെന്റ് ജോർജ് ഓഫീസിൽ പഠിക്കുന്ന കാലം മുതലേ അദ്ദേഹം അതിൻ്റെ മുകളിൽ നിന്ന് വളരെ കാര്യമായിട്ടൊക്കെ കാര്യങ്ങൾ നോക്കുകയും എടുക്കുകയും ഞങ്ങളെയൊക്കെ കൈയാടുകയും ടാറ്റ പറയുന്നതൊക്കെ ഒരു സമയങ്ങളുണ്ടായിരുന്നു വളരെ കാര്യമായിട്ട്. അതുപോലെ ഈ അനീഷ് സാർ നമ്മുടെ അദ്ദേഹം ഇവിടെ KSBL ചാർജ് എടുത്തപ്പോൾ നമ്മൾ അദ്ദേഹത്തെ സമീപിക്കുകയും അതനുസരിച്ച് അടിക്കടിയുള്ള പവർ കട്ട് പുള്ളി ഒരു മാസം കൊണ്ട് മാറ്റി തന്നു. പവർ കട്ടെന്ന് പറഞ്ഞാൽ പകല് പല സമയങ്ങളിലും പവർ കട്ടായിരുന്നു. അദ്ദേഹത്തിനെ പോയി കണ്ടു, അദ്ദേഹം വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ച് ഇവിടെ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പവർ കട്ടതല്ല, അത് വേറെ രീതി. അത് പിന്നെ ഞാനൊന്നും പറയുന്നില്ല, അതിന് രാഷ്ട്രീയവൽക്കരിക്കുന്നില്ല. അത് ഇപ്പോൾ വേറെ കാര്യങ്ങളാണ്. അദ്ദേഹം അന്ന് വളരെയധികം കഷ്ടപ്പെട്ട് എന്നിട്ട് കുറച്ച് പരാതികളൊക്കെ വീണ്ടും അദ്ദേഹത്തിനോട് ചെന്നു, അതെല്ലാം ക്ലിയറാക്കി. അതാണ് പിന്നെ നമ്മുടെ ജയേഷ്, നമ്മുടെ മീഡിയ മേക്കർ. ഏത് പ്രസാദ് പറഞ്ഞാൽ ഏത് പാതിരാത്രി വിളിച്ച് പറഞ്ഞാലും എന്ത് മരണമായാലും എല്ലാം ഒരു കോളത്തിലടിച്ച് പെട്ടെന്ന് തയ്യാറാക്കി വിടുന്ന അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കണമെന്ന് ഞങ്ങൾ തോന്നി. അതും അത്യാവശ്യമായിരുന്നു എന്ന് എനിക്കറിയാം. എനിക്കെല്ലാ ഞങ്ങളുടെ സംഘടനയ്ക്ക് അറിയാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ ഷൈൻ മനോരമ, ഏത് വാർത്ത വിളിച്ച് പറഞ്ഞാലും പെട്ടെന്ന് ശരിയാണോ തെറ്റാണോ തിരക്കും. എന്നെ വിളിക്കും, പ്രസാദം വിളിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എന്നെയും വിളിച്ചിട്ടാണത് തയ്യാറാക്കുന്നത്. കാര്യം പ്രധാനപ്പെട്ട ഒരു പത്രത്തിന്റെ വ്യൂറാണല്ലോ. തയ്യാറാക്കി നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് അതിന്റെ രീതിയിൽ ഫോട്ടോയും വാർത്തയെല്ലാം ഇടുന്ന ഒരാളാണ് ഷൈൻ. അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കണം എന്ന് ഇതിന്റെ പുറകെ തോന്നി. അതുമ്പോൾ നമ്മൾ ചെയ്യുകയാണ്. ഇതിന്റെ പുറകില് വ്യാപാരികളുണ്ട്. ഐശ്വര്യ മണിയണ്ണനുണ്ട്, പിന്നെ ജോൺസൺ ജെവിസാനുണ്ട്, പിന്നെ ഒരു രാധാകൃഷ്ണനുള്ള നമ്മുടെ വേട്ടയ്ക്കോട്ടൊക്കെ ആയിട്ട് വഴിക്കുള്ള പഴയ വ്യാപാരിയുണ്ട്. അദ്ദേഹം നമ്മുടെ സ്റ്റാഫിനൊക്കെ പറഞ്ഞു, ഞാനും പഴയ വ്യാപാരം, ഇതിലെല്ലാം പഴയ വ്യാപാരമാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞു, ഇനി നമ്മൾക്ക് കുടുംബ സംഗമം നടത്തുന്നുണ്ട്, അതിൽ വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആദരവ് തരും. കുടുംബസംഗമം മിക്കവാറും ഓണത്തിന് തന്നെ നമ്മൾ തയ്യാറാണ്. കുടുംബസംഗമം എന്നിട്ട് കലാപരിപാടിയും കാര്യങ്ങളും എല്ലാം ആക്കിക്കൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ അവരെല്ലാം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അവർക്ക് എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി നമ്മൾ പഞ്ചായത്ത് ആദരണീയനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ ശ്രീ ഷിക്കൂർ തൊട്ടിങ്കര, ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പ്രസാദ് കോടിയാട്ട്, എൻ്റെ സഹമെമ്പർമാർ ശ്രീമതി സുജാത തോമസ്, ശ്രീമതി ജ്യോതി വിശ്വനാഥ്, ശ്രീ അനീഷ് ഐലറ, ഷൈജു, ഗോപിയണ്ണൻ, ആസാദണ്ണൻ, മറ്റ് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയമുള്ളവർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആയൂർ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ
ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയതിന് അവരെ അനുമോദിക്കുന്നതിന് വേണ്ടി ഈ നടത്തിയ ഈ ചടങ്ങ് അത്യന്തം ശ്ലാഘനീയമായ ഒരു ചടങ്ങാണ്. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4-ാം തീയതി ഇടമുളയ്ക്കലെ 23 വാർഡുകളിൽ നിന്നും ഇതുപോലെ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾ മാത്രം ഉൾപ്പെടുത്തി ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്കും സന്തോഷം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്ന് കേരളത്തിലെ പൊതുസമൂഹവും അതുപോലെ തന്നെ ലോക്കൽ ബോഡി ഭരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുമാണ്. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പങ്കെടുത്തത് അഞ്ചൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ലഹരി വിരുദ്ധ റാലിയിലാണ്. വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവരുടെ വ്യാപാരം നടത്തി മുന്നോട്ട് പോവുക, അതിന് ലാഭമുണ്ടാക്കുക, കുടുംബം പോറ്റുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ഒരു ലക്ഷ്യമായി കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പൊതുസമൂഹത്തിന്റെ നന്മ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പൊതുസമൂഹത്തിന് കൂടി ഏതെങ്കിലും കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ സജീവമായി നടത്തുന്ന ഒരു രീതിയിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മുടെ ഭരണസമിതിക്ക് വളരെ സജീവമായി മുന്നോട്ട് പോകണമെങ്കിൽ ആ ഭരണസമിതിയുടെ മാത്രം പ്രവർത്തനം കൊണ്ട് അത് പൂർണ്ണമായും സാധ്യമാണ്. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ സജീവമായി ഇതിനകത്ത് ഇടപെടാൻ കഴിയുന്ന ഒരു സമൂഹം വ്യാപാരി സമൂഹമാണ്. ഞങ്ങൾ വ്യാപാരികൾ ഈ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നുള്ള വ്യാപാരി സമൂഹത്തിന്റെ ഭാരവാഹികളെയും ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ മീറ്റിംഗിൽ വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ കേട്ടു. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വ്യാപാരികളോടുള്ള ഒരു നയം അവരോട് പറഞ്ഞു. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി ആയുടെ അരിഷ്ടക്കട കൂട്ടിക്കളയാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യാപാര സ്ഥാപനത്തിനെതിരെ നടപടിയെടുത്ത് കളയാമെന്നുള്ള ഒരു ഉദ്ദേശവും ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിനില്ല. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വരുമാനം തരുന്ന ഘടകങ്ങളാണ് ഈ വ്യാപാരികൾ. അവരെ നിലനിർത്തിക്കൊണ്ടുപോവുകയും അവർക്ക് പരമാവധി സഹായം ചെയ്തു കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷേ ഈ നിയമപരമായ മാർഗത്തിലൂടെ അല്ലാത്ത വ്യാപാരം നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. അത് മറ്റുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷകരമായി ബാധിക്കുന്ന കാര്യമാണെങ്കിൽ ഭരണകർത്താക്കൾ എന്ന നിലയിൽ അതിൽ മാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വ്യാപാരികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. തീർച്ചയായും അതൊന്നും ഒരു റോസാപ്പൂ നുള്ളിയെടുക്കുന്ന ലാഘവത്തോടുകൂടി ഒറ്റ ദിവസം കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്ത് കളയാവുന്ന അതിമോഹമൊന്നും എനിക്കുമില്ല. പക്ഷേ ഇത് നമുക്ക് ഘട്ടം ഘട്ടമായി ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികളെ നമുക്ക് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയേ പറ്റും. അത് ഇന്ന് അനിഷ്ടമാണെങ്കിൽ നാളെ മറ്റേതെങ്കിലും തരത്തിലായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ. ഒരു കടകളോട് നമുക്ക് വിരോധമില്ല. പക്ഷെ അവര് നിയമാനുസൃതം വിൽക്കേണ്ട സാധനങ്ങൾ വിൽപ്പന നടത്തിയാൽ അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ചില കടകളിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചകൾ വളരെ ദയനീയമൊന്നുമല്ല പറയേണ്ടത്, അതിനേക്കാൾ വളരെ ഭീകരമാണ്. ഒരിക്കലും നമ്മുടെ ആയൂർ പോലെ നൂറുകണക്കിന് ആളുകൾ ദിവസേന വന്നു പോകുന്ന ഒരു പട്ടണത്തിൽ ലാഭത്തിന് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യാൻ പാടില്ല. ഒരു വ്യാപാരിയും ചെയ്യാൻ പാടില്ല. ഇത് കൊണ്ടു നടന്ന് കഞ്ചാവ് വീട്ടുന്ന ആളുകളെ പോലെയല്ല ഉത്തരവാദിത്തപ്പെട്ട് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എടുത്ത് ഒരു കട എഗ്രിമെന്റ് ചെയ്ത് അതിന് കൃത്യമായി വാടക കൊടുത്ത് ഡിപ്പോസിറ്റ് കൊടുത്ത് തുടങ്ങുന്ന ഒരു വ്യാപാര സ്ഥാപനം അവിടെ ഒരു നിയമാനുസൃതമല്ലാത്ത തരത്തിലൊരു വ്യാപാരം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ രീതിയല്ല. അതുകൊണ്ടാണ് അത്തരം വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ അവരോട് ഒരു കടയിൽ കൂട്ടാൻ ഞങ്ങൾ പറഞ്ഞില്ല. ഒരു കടയിൽ ഈ ആയുകളിലൂടെ സഞ്ചരിക്കണം. കുറെ സാമൂഹ്യ വിരുദ്ധന്മാർ
ഇവിടെ ഇടമുളയ്ക്കൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയൂരിൽ തമ്പടിച്ചിരിക്കുന്ന ആളുകൾ, അവർക്ക് രാവിലെ ഇറങ്ങിയാൽ 6 മണി മുതൽ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, ഇന്ന് എങ്ങനെയെങ്കിലും തല പെരുക്കണം, ആരുടെയെങ്കിലും തോണയിൽ കയറണം, 2 അടി കിട്ടണം, 2 അടി കൊടുക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഇറങ്ങുന്ന ആളുകളുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ജീവിതത്തിൽ മറ്റൊരു കാര്യങ്ങളൊന്നും നോക്കാനില്ല, വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ പെട്ട് ഇങ്ങനെ ഇറങ്ങുന്ന ആളുകളാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവർക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഈ തല പെരുക്കുന്ന സാധനം കിട്ടുന്ന ഒരു സ്ഥാപനം നമ്മുടെ ആയൂരിൽ പരസ്യമായി പ്രവർത്തിച്ച് പോവുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് അതൊരു വ്യാപാര സമൂഹത്തിന് എതിരാണ് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് ശരിയല്ല. എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി മുന്നോട്ട് പോകുന്നു. ശ്രീമതി വിശ്വനാഥ്, സുജാത തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഇടപ്പളക്കൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ല. അവിടെ ഭരണസമിതിയാണ്. ആ ഭരണസമിതിയാണ് മുന്നോട്ട് പോകുന്നത്. അക്കാര്യത്തിലൊന്നും ഇതുവരെ യാതൊരു തരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. പക്ഷേ തീരുമാനം ഒന്ന് തന്നെയായിരിക്കും എടുക്കുന്നത്. അവിടെ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം ഒറ്റ തീരുമാനം എടുത്താണ് ഓരോ കമ്മിറ്റിയും ഞങ്ങൾ പോകുന്നത്. ആ കമ്മിറ്റിക്ക് അനുസൃതമായിട്ടാണ് ആയൂരിൽ പ്രവർത്തന രഹിതമായിരിക്കുന്ന മാർക്കറ്റ് ഉൾപ്പെടെ, ആയൂരിലെ PHCയുടെ സബ് സെന്റർ ഉൾപ്പെടെ ഈ സ്ഥാപനങ്ങളെല്ലാം, മുടങ്ങിക്കിടക്കുന്ന സ്ഥാപനങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വളരെ വേഗം എന്ന് പറഞ്ഞാൽ അതിന്റെ സാങ്കേതികമായ താമസം മാത്രമേ ഉണ്ടാകൂ. അക്കാര്യത്തിൽ അതിന്റെ പിന്നിലാണ് നമ്മൾ ഈ ബ്രേക്ക് പറഞ്ഞ അത് തീർച്ചയായും ഉണ്ടാവും. അക്കാര്യത്തിൽ ബ്രേക്ക് തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് റീത്ത് വെച്ച ആളാണ് ഞാൻ. എന്റെ റീത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ്. അവിടെ അത് തുറക്കുക എന്ന് പറഞ്ഞാൽ അത് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ അത് തുറക്കാൻ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ഏതാണ്ട് ഒരു 90% പരിഹരിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ ബാക്കി കാര്യങ്ങളും കൂടെ പൂർത്തിയാക്കി അത് തുറന്ന് പ്രവർത്തിക്കാനുള്ള കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ട പ്രോജക്റ്റ് ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ഈ മാസം അവസാനം അതിന്റെ TPC ആണ്. അതും കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിന്റെ TS എസ്റ്റിമേറ്റും മറ്റ് നടപടികളുമായി പോകാൻ കഴിയും. അതുപോലെ ഒന്നൊന്നായി ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, വ്യാപാര സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമാണ്. സമൂഹത്തിന്റെ ഒരു നേർചിത്രമാണ് വ്യാപാര സമൂഹം. അതിൽ ഏറ്റവും ചെറിയ ഒരു മുറുക്കാൻ കച്ചവടക്കാരൻ മുതൽ അവിടെ ലക്ഷങ്ങൾ വിൽപ്പന നടത്തുന്ന വലിയ വ്യാപാരി വരെ അവിടെയുണ്ട്. വ്യാപാരികളുടെ അതുപോലെ തൊഴിലാളികളുടെ കുടുംബാംഗങ്ങളുണ്ട്, ബാക്കിയുള്ള ആളുകളെല്ലാവരും ഉണ്ട്. അപ്പോ തീർച്ചയായും ഞാനും ഒരു വ്യാപാരി എന്ന നിലയിൽ, അതിന്റെ ഭാരവാഹി എന്ന നിലയിൽ വളരെ സജീവമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് നിങ്ങൾ നടത്തുന്ന ഈ മെറിറ്റ് അവാർഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. അതുപോലെ തന്നെ 3:30 അഞ്ചൽ ബൈപ്പാസിൽ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനം പറഞ്ഞിരിക്കുകയാണ്. MLA വരുന്ന സമയം നോക്കിയാണ് ഞാനിരിക്കുന്നത്. MLA ആണ് ഉദ്ഘാടനം. അപ്പൊ ആ പരിപാടിക്ക് കൂടി പോകാണ്ടായതുകൊണ്ട് ഇതിന്റെ അവസാനം വരെ പങ്കെടുക്കാൻ കഴിയാത്തതിലുള്ള ഖേദം കൂടി അറിയിക്കുന്നു. വന്നെത്തിയ മുഴുവൻ ആളുകൾക്കും ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ആയൂരിനെ സന്തോഷം പകരുന്ന പല മിക്കവാറും കാര്യങ്ങൾ പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട് അറിയിക്കുകയാണ്. അത് നടപ്പിലാക്കിയാൽ മതി. നമ്മുടെ വാർഡിലെ ജ്യോതിഷാണ് എൻ്റെ വാർഡിലെ പറഞ്ഞു. അവിടെ മെറ്റലെല്ലാം ഇളക്കി 2 ദിവസം വെച്ച് പറഞ്ഞു. ആ മെറ്റലുകൾ ഒന്ന് ഇളക്കി സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് തൽക്കാലം. കാര്യം ഒരു പലരും സ്കൂട്ടിയിലൊക്കെ അത് വീണ് കഴിയും. നമ്മുടെ ജനറൽ സെക്രട്ടറി പ്രസാദ് ഉൾപ്പെടെ അവിടെ ആ മെറ്റലിൽ തട്ടി സ്കൂട്ടിയിൽ 3 ദിവസം മറിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭയങ്കര വിഷയങ്ങൾ ഉണ്ടാക്കാനായിട്ട് അപ്പൊ അതിന്റെ ഒരു രീതി ഇന്ന് കുറച്ചൊക്കെ ആ മെറ്റലുകൾ ഇളകി കിടക്കണം മാറ്റിയിട്ടുണ്ട്. പ്രിയപ്പെട്ട വനിതാ വിങ്ങിലെ അംഗങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ പറഞ്ഞില്ല. സരിതാ മോഹനത്തിനുണ്ട്, അതുപോലെ സുമാ മോഹനത്തിനുണ്ട്,
എത്തിയിട്ടുണ്ട്. രേഷ്മ അപ്പൊ എല്ലാവരെയും അങ്ങനെ പറയാൻ പറ്റില്ല എങ്കിലും എല്ലാവരും വന്നു വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പോ ഇത് ആശംസ പറയുന്നതായിട്ട് കൊടുക്കാം. പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ ഷുക്കൂർ തോട്ടുകരാണ് യോഗത്തിന് സ്വാഗതം ആശംസിച്ച തോളിയാട്ട്, അതുപോലെ തന്നെ യോഗ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മളൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ബിജു അരിവിള, ഇവിടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഗോപിയാണ്, ആസാണ്, അതുപോലെ തന്നെ അനീഷ് സാറ്, ഏറെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ എൻ്റെ സഹമെമ്പറായ ശ്രീമതി സുജാ തോമസ് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവരെ വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇന്നിവിടെ ഉള്ളത്. വ്യാപാരികൾ ആയൂരിൻ്റെ ഒരു ഹൃദയ തുടുപ്പാണ് എന്ന് വേണം പറയാൻ. ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും വ്യത്യസ്ത രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറം ഇവിടെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രാധാന്യവും ഇല്ല. ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ശ്രീ ഷുക്കൂർ തോട്ടുകരായി, അതുപോലെ തന്നെ നമ്മുടെ പ്രസാദ്, എല്ലാ കാര്യത്തിലും എന്ത് പ്രശ്നം പറഞ്ഞാലും അതെല്ലാം വളരെ കൃത്യമായി ഇടപെടുകയും അതിന് വേണ്ടുന്ന പ്രാധാന്യത്തോടു കൂടി കാണുകയും ചെയ്യാറുണ്ട്. എല്ലാ വർഷവും അവരുടെ വ്യാപാര ഭവനിൽ വെച്ച് കുട്ടികൾക്ക് അവാർഡ് ചടങ്ങുകൾ ഏർപ്പെടുത്താറുണ്ട്. ഇതിൽ എനിക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞു. ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന രക്ഷകർത്താക്കളുണ്ട്, കുട്ടികളുണ്ട്. അവരോട് എനിക്കൊന്നും മാത്രമേ പറയാനുള്ളൂ. നമ്മളിപ്പോൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 കഴിഞ്ഞെത്തുമ്പോൾ നമ്മളുടെ ഫ്യൂച്ചർ ഇനിയാണ് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടുന്നത്. ഇപ്പോൾ വരെ പഠിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ച് അവർക്ക് വേണ്ടുന്ന ഒരു ഉപജീവന മാർഗം എന്നുള്ളതാണ് ഇനിയുള്ള വിദ്യാഭ്യാസത്തിൽ നിന്നും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് കുട്ടികൾ കൃത്യമായിട്ട് വിദ്യാഭ്യാസത്തിൽ മാത്രം മുഴുകണം എന്ന് ഞാൻ പറയത്തില്ല. പൊതുവെ നടക്കുന്ന നമ്മുടെ പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നല്ലതിനെ ഉൾക്കൊണ്ട് തെറ്റുകളെ തിരുത്തി, അതുപോലെ തന്നെ മോശമായ അവസ്ഥകളെ അതിജീവിച്ച് ഏതൊരു സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കുട്ടികൾക്കും നല്ല ഒരു ആശംസകൾ നൽകുന്നു. അതുപോലെ തന്നെ ഇത് സംഘടിപ്പിച്ച വ്യാപാരി സുഹൃത്തുക്കൾക്കും അഭിനന്ദനങ്ങൾ നൽകിക്കൊണ്ട് എനിക്കും ഇവിടെ നിന്ന് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് വളരെ ചുരുക്കമാക്കി ഞാൻ പറഞ്ഞുകൊണ്ട് അതിന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. സംസാരിക്കുന്നതായിട്ട് നമ്മുടെ വ്യാപാര ഭാഗത്ത് നിൽക്കുന്ന ഭാഗത്ത് വാർഡ് മെമ്പർ കൂടിയായ സുജാ തോമസിനെ ക്ഷണിക്കുക. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ വ്യാപാര വ്യവസായി ഉദ്ഘാടന ചെയ്തതായ പ്രസിഡന്റ് ബിജു അരിവിള, ആദരിക്കുന്നതായ ഗോപിയണ്ണന്, ആസകണ്ണന്, ടൈലറ, വ്യാപാര വ്യവസായികളെ, വനിതാ വീട്ടിലുള്ളവര്, ഷൈനു, ബാക്കി വ്യാപാരി വ്യവസായ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കിട്ടിയ ഈ ആദരവ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ 10ാം ക്ലാസ്സിലും അതിലും +2-ലായാലും ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചിട്ട് ഇത് ഇവരെ തരുന്ന ഈ ആദരവ് കൊണ്ട് മാത്രം ഒതുങ്ങുന്നതല്ല നിങ്ങളുടെ ജീവിതം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി നിർണ്ണയിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ എല്ലാവരും ആരെങ്കിലും പറയുന്നതല്ല, അവരവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളെടുത്ത് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിച്ച് ഒരു നല്ല നാളെയുള്ള നല്ല ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറണം. അതുപോലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നല്ല കൂട്ടുകെട്ടുകളിൽ ഏർപ്പെട്ട് കൂട്ടുകാരോട് കൂടുമ്പോൾ നമ്മൾ നല്ലത് മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് തിന്മയെ മറികടന്ന് നല്ല വ്യക്തിത്വങ്ങളായിട്ട് നല്ല വ്യക്തികളായിട്ട് ജീവിക്കാനും നമ്മൾ സഹജീവികളെ സ്നേഹിക്കുന്നവരും നമുക്ക് ദുഃഖത്തിലും പ്രയാസത്തിലും നമ്മുടെ കൂടെ ഉള്ളവരെ ഒരു കൈത്താങ്ങായിട്ട് നമ്മൾ കൊണ്ടുപോകാനായിട്ടും ഒന്ന് പരിശ്രമിക്കണം. അല്ലാതെ നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രം പഠിപ്പിസ്റ്ററായിട്ട് മാത്രം കാര്യമില്ല. ഏറ്റവും ആദരണീയനായ യോഗാധ്യക്ഷൻ ശ്രീ ഷുക്കൂർ തോട്ടുകര, ഈ യോഗ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്ത് ഇടമലക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായ ശ്രീ
ഏറ്റവും ആലുള്ള വേദിയിലിരിക്കുന്ന വാർഡ് മെമ്പർ ശ്രീമതി സുജാ തോമസ്, അതുപോലെ തന്നെ പ്രിയ സുഹൃത്ത് ശ്രീ ഷൈജു, വനിതാ വിഭാഗത്തിൻ്റെ ഭാരവാഹികളെ, മറ്റ് വ്യാപാരി വ്യവസായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, ഇന്നിവിടെ ഈ അവതരം ഏറ്റുവാങ്ങാനെത്തിയിട്ടുള്ള ഓവിയണ്ണും ആസാദനും ഉൾപ്പെടെയുള്ള മറ്റ് ബഹുമാന്യരെ എല്ലാവർക്കും നമസ്കാരം. ആയൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ കുറിച്ച് പറയുമ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും സജീവമായിട്ടുള്ള ഒരു യൂണിറ്റ്. ഞാൻ അഞ്ചല്, പുനലൂര്, കൊട്ടാരക്കര, തിരുവല്ല, മൂലമറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള സമയത്ത് വ്യാപാരികളുമായിട്ട് നല്ല ഒരു ആത്മബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും വളരെ ക്രിയാത്മകമായി ഇടപെടുന്ന ഒരു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ആയൂരാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം. അത് കൂടുതലും നമ്മുടെ പ്രസാദ് കോടിയാട്ട് അച്ചായനും ഞാനുമായിട്ട് വളരെ നല്ല ഒരു ബന്ധമാണത്. പക്ഷെ ഞാനിവിടെ പിന്നെ ഈ ആയൂർ ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നെ നേരിട്ട് വിളിക്കാറുണ്ട്. പക്ഷെ കറണ്ട് അങ്ങോട്ട് പോകുമ്പോൾ പ്രസാദാചാര്യ സ്വഭാവമാണ്. അപ്പൊ ഞാനിത് ഇതിനെക്കുറിച്ച് പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, ഷുക്കൂർ ആക്കൊക്കെ അറിയാം, മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ ഈ സബ്സ്റ്റേഷൻ എന്നുള്ള ലൈൻ നേരെ ലോൺഗേവി ലൈൻ വരുന്നത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി, മെയിൻ റോഡിലൂടെ അല്ല, ചുറ്റിക്കറങ്ങി വന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഓഫീസിന്റെ അവിടെ വന്നിട്ട് പിന്നെ ടൗണിലേക്ക് പോവുകയാണ്. അപ്പൊ ഇവിടെ എവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ എല്ലാം ഇൻട്രപ്ഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. നമ്മൾ നേരത്തെ തന്നെ, ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ABC ഏരിയൽ ബെഞ്ച് കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലൈൻ വലിച്ച് ഇവിടെ വരെ ഓഫീസിന്റെ ഫ്രണ്ട് വരെ നിർത്തിയിട്ടുണ്ട്. ആ ഏരിയൽ ബെഞ്ച് കണ്ടക്ടർ കംപ്ലൈന്റ് ആയതിനു ശേഷം പിന്നെ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ആരും ശ്രമിച്ചില്ല. പിന്നെ ഈ പഴയതുപോലെ നമ്മുടെ ഈ ക്രോസ് കൺട്രി ലൈനിലൂടെ ആണ് നമ്മൾ ഈ സപ്ലൈ കൊടുക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഈ ആയൂർ ടൗണിൽ സപ്ലൈ ഇൻട്രപ്ഷൻ ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ആയൂർ ടൗണിലുള്ള ഈ ലൈനുകളെല്ലാം പോകുന്നത് ഈ ബിൽഡിങ്ങിനോട് വളരെ ചേർന്ന്, എല്ലാം പിന്നെ റബ്ബർ തോട്ടത്തിന് ഇടയിലൂടെ ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ 1.25 കോടി രൂപ എസ്റ്റിമേറ്റ് എടുത്ത് നമ്മൾ ഈ സബ്സ്റ്റേഷൻ മുതൽ റോഡിലൂടെ പെരുങ്ങള്ളൂർ വരെ, പെരുങ്ങള്ളൂർ ഐസ് ഫാക്ടറി വരെ ലൈൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് സാങ്ഷൻ ആക്കി. അപ്പം നമ്മുടെ ജവഹർ ഉള്ളിൽ കിടക്കുന്ന ലൈനെല്ലാം ഇനി മാറും. അവിടെ വളരെ അപകടകരമായിട്ട് നമ്മുടെ പല മാധ്യമങ്ങളിലും പിന്നെ മനോരമയിലും ഏഷ്യാനെറ്റ് ന്യൂസിലും ഒക്കെ വന്നിട്ടുള്ളതാണ്. അത് വളരെ അപകടകരമായിട്ട് കിടക്കുകയാണ്. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തും. അതോടൊപ്പം തന്നെ നമ്മുടെ ആയൂർ ടൗണിലുള്ള ഒരു 10 ട്രാൻസ്ഫോമറുകൾ നമ്മുടെ സബ്സ്റ്റേഷനിൽ നേരിട്ട് വരുന്ന ABCയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടെ നടത്തും. ഇപ്പൊ ആ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റുകളെല്ലാം പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 30 ദിവസമാണ് പറയുന്നത്. 30 ദിവസത്തിനായി പണി തീർക്കാമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ടെൻഡറെല്ലാം ചെയ്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 1.25 കോടി രൂപയുടെ വർക്കാണ്. അപ്പൊ ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആയൂർ ടൗണിന്റെ ഈ വൈദ്യുതി പിന്നെ തടസ്സത്തിന് വലിയൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. അപ്പൊ ഇവിടെ ആയൂർ വ്യാപാരി വ്യവസായ യൂണിറ്റിന്റെ എനിക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ വനിതാ വിങ്ങാണ്. നമ്മുടെ ഷീജ ഷാജിയുടെ ഒക്കെ നേതൃത്വത്തിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എന്ത് കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാലും അവരെല്ലാം വന്ന് സഹകരിക്കുകയും സേഫ്റ്റിയുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, പിന്നെ അതുപോലെ തന്നെ ഓഫീസിലുള്ള മറ്റ് പിന്നെ ഈ ഇലക്ട്രിസിറ്റി ബോർഡും പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഷുക്കൂർ കാക്കയുടെ അതുപോലെ തന്നെ ശ്രീ പ്രസാദ് കോടിയാട്ടിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഉള്ള ഒരു സഹകരണം തീർച്ചയായിട്ടും വളരെ സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സപ്പോർട്ട് ഇലക്ട്രിസിറ്റി ബോർഡിന് തന്നെ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന ഗോപിയുടെയും പിന്നെ ആസാദിനെയൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ എനിക്കറിയാം. ഹാപ്പി എന്റെ സ്റ്റുഡൻ്റാണ്. അപ്പൊ അന്ന് തൊട്ട് ഒരു 10-25 വർഷം മുമ്പാണ് എന്റെ സ്റ്റുഡൻ്റായിട്ട് വരുന്നത്. അന്ന് തൊട്ട് ഉള്ളൊരു ബന്ധമാണ് ആ കുടുംബമായിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ധാരാളം കുട്ടികൾ പിന്നെ SLC +2 അവാർഡ് വാങ്ങുവാനായിട്ട് എത്തിയിട്ടുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ള 2 കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിക്കണം, നഷ്ടപ്പെട്ട് പഠിക്കണം. നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
നമ്മൾ ഒരുപാട് സമയം പഠിക്കണം. നമ്മൾ എല്ലാവർക്കും വരുന്നൊരു കുഴപ്പമെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സമയം ഒരു 5-6 മണിക്കൂർ പുസ്തകത്തിന് മുന്നിലിരിക്കും. പക്ഷെ എഫക്റ്റീവായിട്ട് പഠിക്കുന്നത് എത്ര മണിക്കൂറായിരിക്കും? 1/2 മണിക്കൂറായിരിക്കും അല്ലേ? ഞാനിങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു പല്ലി ഇങ്ങനെ പോകുന്നത്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പിന്നെ സ്കൂളിലെ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കോളേജിലെ കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് അടുക്കളയിലോട്ട് പോകും. അടുക്കളയിലോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴായിരിക്കും അവിടെ TV വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു 10 മിനിറ്റ് കാണാമെന്നായിരിക്കും. 10 മിനിറ്റ് കാണാനിരുന്ന TV കാണാനിരുന്ന് കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ പോയി കിട്ടും. പിന്നെ തിരിച്ചു വന്ന് പഠിക്കാനിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂർ. അപ്പോൾ ഞാൻ എൻ്റെ പുസ്തകത്തിന് മുമ്പിൽ 4 മണിക്കൂർ ഇരിക്കുമെങ്കിൽ എഫക്റ്റീവായിട്ട് പഠിക്കുന്നത് എത്ര മണിക്കൂറായിരിക്കും? 1/2 മണിക്കൂർ താഴെയായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ക്ലോക്ക് ടൈമിലാണ് പഠിക്കുന്നത്. ഇത് നിങ്ങളോട് പറയാനുണ്ട്, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പഠിക്കേണ്ടത് യൂസ് ടൈമിൽ പഠിക്കുക. ദ ടൈം ദാറ്റ് യു ആർ യൂസിങ് ഈസ് യൂസ് ടൈം. ഞാൻ ഇവിടെ 1/2 മണിക്കൂറേ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ 1/2 മണിക്കൂർ ഇപ്പൊ 4 മണിക്ക് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നു. ഈ 4 മണിക്ക് ഞാൻ പഠിക്കാൻ തുടങ്ങുന്ന ഈ സമയം തൊട്ട് 1/2 മണിക്കൂർ ഞാൻ വേറൊരു കാര്യം ആദരവ് കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ഗോപിയാണ് ആദരവ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. ആ ഒരു നടക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ആ വീട്ടിലെ ഏറ്റവും തലമുതിർന്ന പൊതുപ്രവർത്തകൻ പഞ്ചായത്ത് അംഗം കുറച്ച് നാളത്തേക്ക് പൊതുപ്രവർത്തകൻ മരണം വരെ കാര്യം ചെയ്യാൻ എനിക്ക് അവസരം മനോരമ ബ്യൂറോ ചീഫ് നമുക്ക് എന്താ ഇതൊക്കെ നടത്തിട്ട് സംഘാടകരില്ലെങ്കിൽ ഈ പോസ്റ്റൊക്കെ ഞാൻ കാണുന്ന ആളാണ്. ഇത് വളരെ മോശം പോസ്റ്റായിരുന്നു ഇതുവരെ വന്നിട്ടുള്ളത്. ശേഷമാണ് ഇതിന്റെ അടുത്ത് കിട്ടിയത്. ഇപ്പൊ കറക്റ്റ് വിവരങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മളിതിനെ ഒരുങ്ങിയത്.
കൊടുക്കുന്ന സമയത്ത് മൈക്ക് ഇങ്ങോട്ട് കൊടുക്കണം. മൈക്ക് മാറണം. ഫോട്ടോ കിട്ടും. അങ്ങനെ ഗായത്രി ഗിരീഷ്. അൽഫിയ. അൽഫി അൽഫി അൽഫിയ. കാർത്തിക് ആർ മോഹൻ. അടുത്ത കാർത്തിക് ആർ മോഹൻ. കാർത്തിക് ആർ മോഹൻ +2 +2. കാർത്തിക് +2 ഫുൾ A+. അടുത്ത ഗൗരി ഗിരീഷ്. നമ്മുടെ വാർഡ് മെമ്പർ സുജാത തോമസ്. അടുത്ത അഭിനവ് PS. അഭിനവ്. അഭിനവ്. നമ്മുടെ അഭിനവ്. അടുത്ത അർജുൻ B. അഭിനവ് AN. അക്ഷയ സുരേഷ്. അക്ഷയ സുരേഷ്. ഈ അക്ഷയ സുരേഷ് ട്രിവാൻഡ്രം ഹോസ്പിറ്റലാണ്. അതിന് പകരം അമ്മാവൻ എത്തിയിട്ടുണ്ട്. എന്നെ അറിയിച്ച അമ്മാവൻ ഇതാ എത്തി കഴിഞ്ഞു. പുള്ളിക്ക് നമ്മളെ ഈ മെമൻറ്റോ കൈമാറുകയാണ്. കുട്ടിക്ക് വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. എല്ലാവരും സ്വീകരിക്കും. അടുത്ത നീരജ് കൃഷ്ണൻ. നീരജ് കൃഷ്ണൻ. അടുത്ത ആസിയ അസീം. ആശാനിൽ കൊടുക്കുന്നു. പതിനൊന്ന് വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. SSLC +2 11 വിദ്യാർത്ഥികളാണ് ടോപ്പ് മാർക്ക് വാങ്ങിയത്. ഇനി ഇവർ അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ ഇവരുടെ അനുജന്മാരോ അനിയത്തിമാരോ ഒക്കെ നല്ല ഒരു ഫോർമാലിറ്റിയിൽ ഉയർന്നു വരണം. അതുവരെ ഇങ്ങനെ വന്നിട്ടുണ്ട്. 4 കൊല്ലം കൊണ്ട് കഴിഞ്ഞ 4 അല്ല 8 കൊല്ലം കൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഗ്രോപ്പിസം കിട്ടിയിട്ടുണ്ട്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആയതിൽ വളരെ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ഇനി ഇത് മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. അന്നത്തെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വീണ്ടും ആശംസകൾ നേരുന്നു. നന്ദി അറിയിക്കുന്നതിനായിട്ട് ആദ്യമായി യൂണിറ്റ് പ്രസിഡന്റിനും ഈ യോഗത്തിന് അധ്യക്ഷനുമായ പ്രിയപ്പെട്ട ഷുക്കൂർ തോട്ടങ്കര അവർക്ക് നന്ദി അറിയിച്ചുകൊള്ളുന്നു.
രണ്ടാമതായി നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കരമായ ലിജു ആരുടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. പ്രസാദ് കോടിയാട്ട് ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രസാദ് വിൽസൺ ബാറൂരിനെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. മെമ്പർമാരായ ജ്യോതി വിശ്വനാഥ്, സിജ തോമസ്, അമ്പടി എന്നിവർക്ക് നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്ന നമ്മുടെ വന്നുകൂടിയ എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കന്മാർക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. വന്ന എല്ലാ യൂണിറ്റ് ഭാരവാഹികൾ, വ്യാപാരി വ്യവസായികളുടെ എല്ലാ ഭാരവാഹികൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യം